മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ലഅയ്യഹദിയല്ലാഹു ബിക റജുലൻ, നിന്നെ കൊണ്ട് ഒരാൾക്ക് ഹിദായത്ത് കിട്ടട്ടെ, വഴികേടിലായ ഒരാൾ നീ കാരണം നന്മയിലെത്തിക്കഴിഞ്ഞാൽ, ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ, ദുനിയാവും അതിലുള്ളതും മുഴുവനും നിനക്ക് കിട്ടുന്നതിനേക്കാൾ പുണ്യമാണെന്ന് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തന്ന സമ്മാനമാണ് ഹിദായത്തും ഈമാനും ഇസ്ലാമും ഇസ്തിഖാമത്തും. ഇത് ഒരാൾക്കും കൂടെ കൊടുക്കണം എന്ന ഒരു വെമ്പൽ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്താ നേട്ടം? ദുനിയാവിലുള്ള സർവ്വ വസ്തുക്കളും നിനക്ക് കിട്ടുന്നതിനേക്കാൾ ഉത്തമമായിരിക്കും നീ കാരണം ഒരാൾ നന്നായി കഴിഞ്ഞു. എപ്പോഴും നന്മ പറയുന്ന ഒരു വിഭാഗം നിങ്ങളിൽ ഉണ്ടായിരിക്കണമെന്ന് പരിശുദ്ധമായ ഖുർആൻ. ശൈഖുന അതിപറ്റ ഉസ്താദ് നവ്വറല്ലാഹു മർകദ പഠിച്ചാൽ ഉന്നതമായ ദർജ കൊടുക്കട്ടെ. ഒരു ട്രെയിനർ ദഅവത്തിനിറങ്ങാൻ നിൽക്കുക, പ്രബോധനത്തിനിറങ്ങാൻ നിൽക്കുക. ആ ഉസ്താദിനോട് സമ്മതം ചോദിച്ചു. ഉസ്താദിന്റെ ഒരു നസീഹത്ത് നേടി. ആത്മജ്ഞാനിയായിരുന്ന മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യ ജീവിതത്തിൽ കൊണ്ടു നടന്ന ഉസ്താദ് പറഞ്ഞു, മോനെ, നിസ്കരിച്ചിട്ടും നോമ്പെടുത്തിട്ടും സ്വതക്ക കൊടുത്തിട്ടും നന്മ ചെയ്തിട്ടൊക്കെ സ്വർഗത്തിലെത്താൻ കുറച്ച് റിസ്ക്കാണ്. സ്വർഗത്തിലേക്കൊരു ഷോർട്ട് വേ ഉണ്ടെങ്കിൽ, സ്വർഗത്തിലേക്കൊരു ഷോർട്ട് കട്ട് ഉണ്ടെങ്കിൽ, സ്വർഗത്തിലേക്കൊരു ഹ്രസ്വമാർഗമുണ്ടെങ്കിൽ, സ്വർഗത്തിലേക്കൊരു എളുപ്പ വഴിയുണ്ടെങ്കിൽ അത് ദഅവത്താണ്. നിന്നെ കൊണ്ട് ഒരാളെങ്കിലും നന്മയിലേക്ക് എത്തലാണ്. ഞാൻ അറിയിക്കണം, എൻ്റെ ഒപ്പം പഠിച്ച ദാറുൽ ഹുദാ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠനം പൂർത്തിയായി PhD കഴിഞ്ഞവർ, PG കഴിഞ്ഞവർ, IAS ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന എത്രയോ പണ്ഡിതന്മാർ ഇന്ന് ആസാമിലും ബംഗാളിലും ആന്ധ്രയിലുമായി കേരളത്തിന്റെ പുറത്തുള്ള 10-20 സംസ്ഥാനങ്ങളിൽ ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു അവരുടെ ദഅവത്ത് സ്വീകരിക്കട്ടെ. അതിലേക്കുള്ള ചെലവിൽ അൽഹംദുലില്ലാഹ് അവിടുത്തെ 2 മദ്രസ ഇപ്പൊ നിലവിൽ നമുക്ക് കേൾക്കാൻ പറ്റി. അല്ലാഹു അതൊക്കെ ഉത്തമമായ ഒരു ദഅവത്തിന്റെ മാർഗമായി സ്വീകരിക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെ കൊണ്ട് ഒരാളും കൂടെ നന്നാവുക എന്നല്ല, അത് ദുനിയാവിൽ കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടം. എത്രത്തോളം മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിലപ്പോ അർദ്ധരാത്രി സമയം കൂരിട്ടിൽ ഒരു വാതിലിൽ ഇങ്ങനെ മുട്ടും. പുറത്തു പോയിട്ട് ആരെ വിടാന്നറിയോ? അബുൽ ഹക്കം. കൃത്യമായി പറഞ്ഞാൽ അബൂജഹലിന്റെ വീട്ടിൽ പോകും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അങ്ങനെ വാതിൽ മുട്ടും, തുറക്കപ്പെടും. അപ്പൊ പറയും, യാ അബുൽ ഹക്കം, അബുൽ ഹക്കമേ, ആളുകൾ കാണുന്നത് മടിയുള്ളത് കൊണ്ടാണെങ്കിൽ ഒളിവിൽ ഇസ്ലാമിലേക്ക് വന്നോളൂ, സ്വകാര്യമായിട്ട് ഇസ്ലാമിലേക്ക് വന്നോളൂ. ഞാൻ ആരോടത് പറയൂല, രഹസ്യമായിട്ടെങ്കിലും ഇസ്ലാമിൽ ജീവിക്കാമല്ലോ എന്ന് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെ വിട്ടുകൈ പോകുന്നത്? താൻ കഅബക്ക് മുമ്പിൽ സുജൂദ് ചെയ്യുമ്പോ ഭാരമേറിയ ചീഞ്ഞ കുടൽമാല തന്റെ തോളിൽ കൊണ്ടുവന്നിട്ട് പീഡിപ്പിച്ച അതേ അബൂജഹലിന്റെ കഥകാണ് അർദ്ധരാത്രി മുട്ടുന്നത്. ഒന്ന് വന്നൂടെ? ആള് കാണുന്നുള്ള പേടി കൊണ്ടാണെങ്കിൽ നമുക്കത് സീക്രട്ടായി വെക്കാം. പക്ഷേ ഉൾക്കൊണ്ടില്ല, അബൂജഹൽ ഉൾക്കൊണ്ടില്ല. അവന്റെ ഹൃദയത്തിൽ പ്രവർത്തിച്ചത് ഒരു 3 അക്ഷരമായിരുന്നു, ഈഗോ. ഈ മുഹമ്മദ് പറഞ്ഞത് സത്യമാണെന്നൊക്കെ എനിക്കറിയാം, പക്ഷെ അത് മുഹമ്മദ് അല്ല പറഞ്ഞത്, ഞാനത് ഉൾക്കൊള്ളൂല.
അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ദീപ്തമായ സന്ദേശം, രണ്ട് തരം ദഅവത്തുണ്ട്. ഒന്ന് അമുസ്ലിങ്ങളെ ഇസ്ലാമിലേക്ക് എത്തിക്കാൻ, അത് വളരെ കൃത്യമായി ആലോചിച്ചിട്ട് ചെയ്യണം. മറ്റൊന്ന് നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഇസ്ലാം ആണെങ്കിലും ഇസ്ലാമിന്റെ മതം അനുഭവിക്കാത്തവർക്ക് ഈ മതം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. പക്ഷേ രണ്ട് നിബന്ധനകൾ ശ്രദ്ധിക്കണം, അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഹിക്മത്ത് കൊണ്ടായിരിക്കണം ദഅവത്ത്. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കാലോചിതമായ അപ്ഡേഷനുകൾ. നമ്മൾ ദഅവത്തിനെ പറ്റിയുള്ള ആയത്തും ഹദീസും കേട്ടെന്ന് വിചാരിച്ച് എല്ലാവരോടും തോന്നുന്ന രൂപത്തിൽ പറഞ്ഞ് ചടപ്പിക്കേണ്ട ഒന്നല്ല ദഅവത്ത്. അത് മനോഹരമായി പറയണം. പ്രത്യേകിച്ച് പുതിയ മനസ്സുകൾക്ക് ഉപദേശം കൂടുതൽ അങ്ങ് ദഹിക്കില്ല. അതൊരു സൈക്കോളജിയാണ്. പുതിയ കാലഘട്ടത്തിൽ ഉപദേശത്തിന് കൃത്യമായ പുതിയ വളർന്ന് വരുന്ന തലമുറക്ക് ഈ നസീഹത്തുകൾ അത്രമേൽ അങ്ങ് ദഹിക്കുകയില്ല. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ മെസ്സേജുകൾ കൊടുക്കാൻ പറ്റുള്ളൂ. അത് ഹിക്മത്താണ്. ദഅവത്ത് എന്ന് പറഞ്ഞാൽ സമ്പൂർണമായും യുക്തിയോടുകൂടെ ആയിരിക്കണം. രണ്ടാമത്തതോ വൽമൗഇദത്തിൽ ഹസന, നല്ല ഉപദേശം. ഫിർഔന്റെ അടുക്കലേക്കാണ് സയ്യിദുന മൂസ അലൈഹിസ്സലാമും സയ്യിദുന ഹാറൂൻ അലൈഹിസ്സലാമും പോകുന്നത്. രണ്ടുപേരും പോകണം. ഫിർഔൻ ഇസ്ലാമിലേക്ക് വരില്ലെന്ന് അല്ലാഹ് ആദ്യം അറിയാമല്ലോ. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, ഖുലാലഹുമാ ഖൗലൻ ലയ്യിനൻ. ഖുലാലഹു ഫിർഔനിനോട് പോയിട്ട് ഖൗലൻ ലയ്യിനൻ, മൃദുലമായ വാക്ക് പറയാം. സോഫ്റ്റ് വേർഡ്സ്, വളരെ സരളമായി ലളിതമായി സ്നേഹം ചാലിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുകയെന്ന് പടച്ച റബ്ബ് ഖുർആനിലൂടെ പരിചയപ്പെടുത്താണ്. നമ്മൾ ഒരാൾ ഉപദേശിക്കുമ്പോൾ എത്ര വലിയ തെറ്റാണെങ്കിലും അതിന് വിമർശനം വന്നു പോകാൻ പാടില്ല. അത് സ്നേഹം ചാലിച്ച മനോഹരമായ മൃദുലമായ മധുരം പോലത്തെ വാക്കുകൾ കൊണ്ടായിരിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആദ്യം നമ്മൾ നന്നാവും, എന്നിട്ട് ആ നന്മ സാധ്യമാകുന്നവർക്ക് എത്തിച്ചു കൊടുക്കുക. ആദ്യം നിന്നെ, പിന്നെ നിന്റെ കുടുംബത്തെ. റിസൾട്ട് ഉണ്ടോ നമ്മൾ നോക്കണ്ട. ഫിർഔൻ അടുക്കൽ പോകുമ്പോൾ അല്ലാഹു പറഞ്ഞോടെ ഫിർഔൻ ഇസ്ലാമിലേക്ക് വരൂലാണ്, എന്നാലും പറയാം ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കും. റിസൾട്ട് നോക്കൽ നമ്മുടെ ഉത്തരവാദിത്തമല്ല, പറഞ്ഞുകൊടുക്കലേ ഉള്ളൂ. ഈ കാലത്തൊന്നും എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. അങ്ങനെ ആകരുത്. പറഞ്ഞുകൊണ്ടേയിരിക്കുക. സ്നേഹത്തോടെ യുക്തിയോടെ മാറ്റമുണ്ടാകും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സ്വയം നന്നാകാനും ഒരുപാട് പേർക്ക് നന്മയുടെ ഹിദായത്തിന്റെ സന്തോഷത്തിന്റെ പ്രകാശം വരുത്താനും അല്ലാഹു ഖബൂലാക്കട്ടെ. വആഖിറു ദഅവതി വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.